വളർത്തിയിട്ടേ വലിയ പെരുന്നാളിന്റെ തലയാഴ്ച ചന്തയെ കൊണ്ടുപോയിട്ട് ഞാൻ വില പറഞ്ഞു 50,000 റുപ്യ. കച്ചവടക്കാർ പറഞ്ഞു 40,000 റുപ്യ. അവസാനം കയറ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ട് 45,000-ന് കച്ചവടം ഉറപ്പിച്ചു. ഞാൻ കന്നിനെ കൊടുത്തു. 2 കൊല്ലം പോത്തുംകുട്ടിയെ വളർത്തീനെ. എനിക്ക് കിട്ടിയത് 45,000 റുപ്യ. 45,000-ന്റെ ഉടമസ്ഥന് കിട്ടിയത് ആനക്കുട്ടിയെ പോലത്തെ ഒരു പോത്തുംകുട്ടിയാ. രണ്ടാക്കും നിരാശല്ല, രണ്ടാളും സംതൃപ്തനാണ്. എന്നാ കല്യാണ പന്തല്ലോ. തമാശക്ക് പറയാറുണ്ട്, ബാർബർ ഷോപ്പ് പോയമാർക്കാണ് മുടിയും കൊടുക്കണം, പിന്നെ 30 റുപ്യയും കൊടുക്കണം. 10-20 കൊല്ലം ഒരു പെണ്ണിനെ പോറ്റി വളർത്തിയിട്ട് ഒരാണിന്റെ കൂടെ കൊണ്ടുപോയിക്കോ അറിഞ്ഞ് കൊടുക്കുമ്പോ പിന്നെ പൈസയും കൂടി കൊടുക്കണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾക്കൊരു സാധനം അതൊന്ന് കൊണ്ടുപോകുക അറിയാം. ഓൻ പറയണേ അത് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഇത്ര ഉറുപ്പിയും കൂടി വേണം എന്ന് പറയണമെങ്കിലേ ആ കൊണ്ടുപോണ സാധനം അത്ര വേസ്റ്റ് ആവണം. നമ്മുടെ ചാണകക്കുടിയിലെ ചാണകം ഒരുത്തം കോരി കൊണ്ടുപോകുമ്പോഴേ ഒരു തപ്പിന് 50 റുപ്യ ഇങ്ങോട്ട് തരും. ഒരു ഫൈബറിന്റെ കസേരന്റെ 4 കാല് പൊട്ടിയത് ഞാനൊരു പഴയത് എടുക്കാമെന്ന് നാക്ക് കൊടുത്തപ്പോ അയാൾ ചിരിച്ചുകൊണ്ട് എനിക്ക് 20 റുപ്യ ഇങ്ങോട്ട് തന്നു. അല്ലേ? അങ്ങനെയല്ലേ? എന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭയങ്കര ദുർഗന്ധം, കയറാൻ വയ്യ. ഞാൻ അടുത്ത ഹരിജൻ കോളനി പോയിട്ട് പറഞ്ഞടാ ഒന്ന് വന്നു നോക്കി. അപ്പൊ ഒരു ചക്കരന്റെ ഉള്ളിൽ പോയിട്ടുണ്ട്, വലിയൊരു എലി ചത്തിട്ട് 2 ദിവസമായി. അതിന്റെ വാലും പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു, മോലാളി 100 റുപ്യ വേണം പറഞ്ഞു. ഞാൻ 100 റുപ്യ കൊടുത്തു, കൊണ്ടോട്ടെ. പിറ്റേ ആഴ്ച എന്റെ വീട്ടിലെ പശു ചത്തു. തറവാട്ടില് എന്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞടാ ഒന്ന് കൊണ്ടുപോയി ഒഴിവാക്കാൻ പറയാം. പശു ചത്തിട്ട് എന്തോ പറ്റിയതാവോ? ഞാൻ ഇതേ കോളനി പോയിട്ട് പറഞ്ഞടാ ഒന്ന് കൊണ്ടുപോയി ഒഴിവാക്കിക്കൊണ്ടാ. ഒരു പറഞ്ഞു കൊണ്ടുപോയിക്കോളാ. എന്നിട്ട് എന്നോട് പറഞ്ഞു 2,000 റുപ്യ വേണം. കുഷിതാണേ, കൊടുത്തു. 2,000 കൊടുത്തു. ചത്ത പെരിച്ചാഴിനെ കൊണ്ടുപോവാൻ 100 റുപ്യ എന്നോട് ചോദിച്ചേ. ചത്ത പശുവിനെ കൊണ്ടുപോവാൻ 2,000 ചോദിച്ചേ. എന്റെ പെങ്ങളെ കൊണ്ടുപോകാൻ വന്നോന്ന് ചോദിച്ച് 5 ലക്ഷം റുപ്യ. 5 ലക്ഷം തന്നെ ഞങ്ങളെ പെങ്ങളെ കൊണ്ടുപോയിക്കോളാം. അത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ പെങ്ങൾക്ക്, എന്റെ മകൾക്ക് ഞാൻ നിശ്ചയിച്ച സ്ഥാനം എന്താണ് ഈ ലോകത്ത്? അല്ല സുഹൃത്തെ, ആരാ നമുക്ക് നമ്മുടെ ഭാര്യ? നമ്മളൊക്കെ വില പറഞ്ഞ് പേശി മദ്യം പറഞ്ഞ് തർക്കിച്ച് എമ്പാടും വാങ്ങിയ വിവരമില്ലാത്തത് കൊണ്ടോ വിവേകമില്ലാത്തത് കൊണ്ടോ പറഞ്ഞു തരാൻ ആളില്ലാത്തത് കൊണ്ടോ എമ്പാടും വാങ്ങിയ സഹോദരന്മാരുണ്ടാവാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരാ നമുക്ക് നമ്മുടെ ഭാര്യ? എനിക്കൊരു അപകടം പറ്റി, 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടു, അനങ്ങാൻ വയ്യ. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ബാത്റൂമിൽ പോയി എന്റെ ആവശ്യമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണം, എന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കി തരണമെന്ന് ആ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അറപ്പില്ലാതെ, വെറുപ്പില്ലാതെ, നെറ്റി ചുളിക്കാതെ, മുഖം കോട്ടാതെ, മൂക്ക് പിടിക്കാതെ ആ ബാത്റൂമിൽ കയറി വന്ന് എന്നെ കഴുകി ശുദ്ധിയാക്കാൻ 2 മനുഷ്യന്മാരെ ഈ ആകാശത്തിന് കീഴെ ഭൂമിയുടെ മേലെ എനിക്കുള്ളൂ. ഒന്നിന്റെ അമ്മ, വയസ്സൈക്കിള്, നടക്കാൻ വയ്യ. എന്നാലും ഞാൻ വിളിച്ചാൽ എന്റെ അമ്മ വരും. ഒരറപ്പും വെറുപ്പും ഇല്ലാതെ അമ്മ എന്നെ കഴുകി ശുദ്ധിയാക്കും. സത്യം. രണ്ടാമത്തെ ആധാരങ്ങള് ഞാൻ കെട്ടിയ ഭാര്യ 10 മിനിറ്റ് വീട്ടിലെത്താൻ വൈകിയാൽ വഴിക്കണ്ണുമായി കാത്തിരിക്കും.